ദൈവത്തിന് മഹത്വം. ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഉള്ളിൽ ഒരു കോഡ് ഉണ്ട് എന്നുള്ളതാണ്, ജനറ്റിക് കോഡ്. ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവർ അനുഭവിക്കുന്നതിനേക്കാൾ അധികം പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളൊന്നും വെളിപ്പെട്ട് വരുന്നതിന് മുമ്പ് നാം എത്തേണ്ട സ്ഥലത്തോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വപ്നങ്ങളോ ദർശനങ്ങളോ ഒന്നും ജീവിതത്തിൽ സഫലമാകുന്നതിന് മുമ്പ് തന്നെ നാം ഒരുപാട് പ്രയാസങ്ങളിലൂടെയും അറ്റാക്കിലൂടെയും കടന്നു പോവുകയാണ്. സാത്താൻ നമ്മെ ടാർഗറ്റ് ചെയ്യുന്നു. നാം ഒരു ഉയർന്ന വ്യക്തിയായില്ല, നാം എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല, നാം എങ്ങും ആയിട്ടില്ല. എന്നിട്ടും സാത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മറ്റാർക്കും ഉള്ളതിനേക്കാൾ അധികം ആത്മീയ പോരാട്ടങ്ങൾ നാം അനുഭവിക്കുന്നത് എന്താണ് നമുക്കറിയാമോ? കാരണം ഇങ്ങനെയാണ്, നമ്മുടെ ഉള്ളിൽ ഒരു കോഡ് ഉണ്ട് എന്നുള്ളതാണ്, ജനറ്റിക് കോഡ്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ കോഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വായിക്കാം സങ്കീർത്തനം 139 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ അല്ലോ എന്നെ നിർമ്മിച്ചിരിക്കുന്നത്, നീ എന്നെ അതിശയമായും ഭയങ്കരമായും സൃഷ്ടിച്ചിരിക്കുന്നു. നാം പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ ദൈവം കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു, നമ്മുടെ ജീവിതം നിയമിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവിതത്തിന്റെ പ്ലാനുകളെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള സങ്കീർത്തനക്കാരനാണ് ദാവീദാണ്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിനെ കുറിച്ച് അതിശയകരമായി അത്ഭുതകരമായി ദൈവം തന്നെ മെനഞ്ഞിരിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യരെ മെനഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. നാം ഒരു കാര്യം നാം മനസ്സിലാക്കണം. ശാസ്ത്രീയപരമായി ഒരു മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ അകത്തൊരു കോഡുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന്, മനുഷ്യന്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്, അഥവാ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വളർന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏതാണ്ട് 35 മുതൽ 40 വരെ ട്രില്യൺ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആണ് കണക്ക് കൂട്ടുന്നത്. നോക്കണേ, ഒരു ട്രില്യൺ എന്ന് പറയുന്നത് 1000 കോടിയാണെങ്കിൽ 35 മുതൽ 40 വരെ ട്രില്യൺ സെല്ലുകൾ കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ എത്രമാത്രം സെല്ലുകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഓരോ ശരീരത്തിനകത്തും ഓരോ അറകളുണ്ട്, അല്ലെങ്കിൽ അതിന് റൂമുണ്ട് എന്നുള്ളതാണ്, ഓരോ സെല്ലുകളുടെ ഉള്ളിലും. ആ അറകൾക്കകത്ത് ആണ് ഈ DNA സ്ഥാപിച്ചിരിക്കുന്നത്. ഈ അറകളെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്. ആ DNA അകത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒന്നാണ് ഈ കോഡ് എന്ന് പറയുന്നത്. അതിനെ ഇങ്ങനെ പറയും, ATCG എന്നാണ് പറയുന്നത്. ഒരു DNA വലിപ്പം എന്ന് പറയുന്നത് ഈ സെല്ലിനുള്ളിൽ ഇരിക്കുന്നതായതുകൊണ്ട്, ഈ അറകൾക്കുള്ളിൽ ഇരിക്കുന്നതായതുകൊണ്ട് ഇത് വളരെ ചുരുക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നിവർത്തിയാൽ ഏതാണ്ട് 2 മീറ്റർ നീളം വരും എന്നുള്ളതാണ്. അപ്പൊ അതിനകത്താണ് കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, കോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കോഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, അവന്റെ ശബ്ദം, അതുപോലെ തന്നെ അവന്റെ കണ്ണിന്റെ നിറം, അവന്റെ രൂപം, അവന്റെ മുടി ചുരുണ്ടതാണോ നീണ്ടതാണോ, അങ്ങനെ അവന്റെ പുറമേ ഉള്ള കാര്യങ്ങളെ എല്ലാം തന്നെ അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തി, അവന്റെ ശരീരഘടനകളെല്ലാം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ കോഡിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഈ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, കേക്ക് ഉണ്ടാക്കുവാനുള്ള ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. എന്നാൽ ആ റെസിപ്പിയുടെ പുസ്തകം നമ്മൾ തുറന്ന് അത് എന്തൊക്കെയാണ് ചേരുവകൾ പറഞ്ഞിരിക്കുന്നതെന്നും അതിന്റെ അളവനുസരിച്ച് നമ്മൾ ചേർത്ത് അത് ഉണ്ടാക്കിയാൽ വളരെ മനോഹരവും വളരെ ഡിലീഷ്യസുമായിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ അളവുകൾ തെറ്റിക്കുകയും അതിന്റെ ചേരുവകൾ മാറ്റുകയും ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള നിലയിൽ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിയുകയില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ, അവന്റെ താലന്തുകൾ, അവന്റെ കഴിവുകൾ, അവന്റെ പ്രവൃത്തികൾ, അവന്റെ നീളം, അവന്റെ ശബ്ദം, അവന്റെ പേഴ്സണാലിറ്റി, ഇവയെല്ലാം എങ്ങനെ ആയിരിക്കണമെന്ന് ആ കോഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്, കോഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് കോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ പുറമേ നമുക്ക് ഒരു കോഡ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവം നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ
നാം എവിടെ ജനിക്കണമെന്നും നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണമെന്നും ഏത് ഗ്രാമത്തിൽ നാം ജീവിക്കണമെന്നും നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ, നമ്മളെ കുറിച്ചുള്ള ലക്ഷ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്ലാനുകൾ എല്ലാം ദൈവം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റാരും അനുഭവിക്കാത്ത വേദനകൾ, മറ്റാരും അനുഭവിക്കാത്ത അറ്റാക്കുകൾ, നമ്മളെ മറ്റാരും അനുഭവിക്കാത്ത പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് അത് തിരിച്ചറിയുന്ന ഒരു പൈശാചിക ശക്തികളുണ്ട്, പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അവയത് തിരിച്ചറിയുമ്പോൾ നാം വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ, നാം ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, നാം എത്തേണ്ട സ്ഥലത്ത് നാം എത്തുന്നതിന് മുമ്പ് തന്നെ, ദൈവത്തിന്റെ പ്ലാനുകൾ നാം എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ജന്മനാ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മധ്യത്തിൽ തന്നെ നമ്മളെ തകർത്ത് കളയുവാൻ പരിശ്രമിക്കുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ട വാസ്തവം. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു കോഡുണ്ട്. ആ കോഡ് നിങ്ങൾ അത് അറിയുന്നതിന് മുമ്പ് തന്നെ സാത്താൻ അറിയുന്നു എന്നുള്ളതാണ്. നാം ആരും യാദൃച്ഛികമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരല്ല. നമ്മളെയൊക്കെ ദൈവം വളരെ വ്യക്തമായ പ്ലാനുകളിലൂടെ ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കണ്ണിന്റെ അടയാളം, ഐ പ്രിന്റ് എന്ന് പറയുന്നത് വളരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയുള്ളതാണ്. നമ്മുടെ ഈ വിരലടയാളം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ വിരലടയാളം, കോടാനുകൂടി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും വിരലടയാളം ഒരു പേപ്പറിൽ പതിച്ചാലും നമ്മുടെ അടയാളം വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ വോയിസ് പ്രിന്റ്, നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഇടുപ്പ് പോലും ഒരാളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. വളരെ അതിശയകരമായി, വളരെ അത്ഭുതകരമായി, വളരെ യുണീക്കായി, വളരെ അതായത് അതുല്യമായിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ അതുല്യത മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ ഓരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള രേഖകൾ നാം തമ്പ് പ്രിന്റ് വെക്കുമ്പോഴും അതേപോലെ ഐ പ്രിന്റുകൾ നമ്മൾ ക്യാമറയിൽ നോക്കി കൊടുക്കുമ്പോഴും ഒക്കെ അതിന്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ എയർപോർട്ടിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി യാത്രയ്ക്കായി കടന്നു പോകുമ്പോൾ നമ്മുടെ വിരലടയാളം മാത്രമല്ല, നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ കണ്ണ് ഒരു മെഷീനിലേക്ക് നോക്കാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അവിടെ നമ്മുടെ എടുക്കുന്നത് കണ്ണിന്റെ പ്രിന്റാണ്, ഐ പ്രിന്റാണ് അവിടെ എടുക്കുന്നത്. ഒരു കാലത്ത്, ചില വർഷങ്ങൾക്ക് മുമ്പ്, ഒരു കാലത്ത് മനുഷ്യർ പല പാസ്പോർട്ടുകളിൽ കൂടെ, ഒന്നോ രണ്ടോ പാസ്പോർട്ടുകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്തില്ലെങ്കിലും ആൾമാറാട്ടം ചെയ്യുന്നവരും ഒരു പാസ്പോർട്ട് മാറിയിട്ട് മറ്റൊരു പാസ്പോർട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇന്ന് ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ഐ പ്രിന്റ് ഒരിടത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പാസ്പോർട്ട് മാറിക്കഴിഞ്ഞാലും പിന്നെയും നമ്മൾ ചെല്ലുന്നത് ആ ഐ പ്രിന്റ് കൊണ്ടായിരിക്കും. അതുകൊണ്ട് പിടികൂടപ്പെടുവാനിടയായിത്തീരും. അതാണ് നമ്മുടെ ഈ ഐ പ്രിന്റിന്റെ ഒരു വ്യത്യാസം. അതാണ് നമ്മുടെ ഈ തമ്പ് പ്രിന്റിന്റെ ഒരു വ്യത്യാസം. ഇതാണ് നമ്മുടെ വോയിസ് പ്രിന്റിന്റെ വ്യത്യാസം. ഇങ്ങനെ വളരെ അതിശയകരമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ദൈവം നമ്മുടെ അകത്തൊരു കോഡ് നൽകിയിട്ടുണ്ട്. ആ കോഡ് അകത്ത് ഈ ശാരീരികമായി ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കോഡ് മാത്രമല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സ്പിരിച്വൽ കോഡുണ്ട്. ആ കോഡ് അനുസരിച്ച് നാം എന്തായി തീരുമെന്ന് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നാം അറിയുന്നതിന് മുമ്പ് സാത്താൻ അത് അറിയുകയും സാത്താൻ അത് മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മളെ തകർത്ത് കളയുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന ഈ കോഡ് അത് ദൈവം തന്നെ ഉണ്ടാക്കിയതാണ്. ആ വചനഭാഗം നമുക്ക് വായിക്കാം. 16-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നാം പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മളെ കണ്ടു. അപ്പോൾ നമ്മൾ നിയമിക്കപ്പെട്ട നാളുകൾ എന്നവിടെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ എത്ര ദിവസം ജീവിക്കുമെന്നും നാളേക്കുള്ള നമ്മുടെ ദിവസങ്ങളെല്ലാം ദൈവം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഓരോ ദിവസവും എങ്ങനെ നാം ജീവിക്കണമെന്നും നാം എന്തായി തീരണമെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റ് ദൈവത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കോഡിനകത്ത് ദൈവത്തിന്റെ സിഗ്നേച്ചർ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രക്തത്തിലൂടെ ദൈവത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവം സകലത്തെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നുകൂടെ നാം മനസ്സിലാക്കണം എന്നുള്ളതാണ്. വളരെ കൃത്യമായി, വളരെ യുണീക്കായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ഈ ലോകത്തിൽ മറ്റാരുമില്ല എന്നുള്ളതാണ്. ഒരു രാജകുമാരിയുടെ വസ്ത്രം, വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവരുടെ വസ്ത്രം റെഡിയാക്കുമ്പോൾ സാധാരണയായി ഒരു റെഡിമെയ്ഡ് സാധനം വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്, ഒന്നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് അതിനെ നെയ്തെടുക്കുകയാണ്. വളരെ യുണീക്കായി, മറ്റൊന്നും ഒരിക്കലും രൂപകൽപ്പന ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പുതിയത് ഉണ്ടാക്കുകയാണ്. ഇതുപോലെയാണ് ദൈവം ചെയ്യുന്നത്. ദൈവം ഒന്നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ലോകത്തിൽ ഒരുപാട് സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. മനുഷ്യനുണ്ടാക്കുന്ന എല്ലാം
ഒന്നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ ദൈവം ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ല, എല്ലാവരെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ പോലെ മറ്റൊരാൾ ഈ ലോകത്തിലില്ല, നിങ്ങളെ പോലെ മറ്റൊരാളില്ല. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ വിരലടയാളവും നിങ്ങളുടെ ഐപ്രിന്റും നിങ്ങളുടെ ഹൃദയെടുപ്പും ഒക്കെ വ്യത്യാസമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മൂല്യം ലോകത്തിൽ ആർക്കും കണക്കാക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ മൂല്യം നാം ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അത്രമാത്രം വലിയ മൂല്യമുള്ളവരായിട്ടാണ്, കൂടുതൽ യോഗ്യരായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ തകർച്ചയുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും ഒറ്റപ്പെടലിന്റെ മധ്യത്തിലും ഒക്കെ നമ്മൾ ചിന്തിച്ചേക്കാം, ഞാനൊരു ഭാരമാണ്, ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവം നമ്മളെ വളരെ വിലപിടിപ്പുള്ളതായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തിരുവചനം പറയുന്ന പ്രകാരം നമ്മുടെ ആത്മാവ് സകല ലോകത്തെക്കാൾ വിലയേറിയതെന്ന് തിരുവചനം പറയുന്നത് പോലെ നാം മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തരാണ്, യുണീക്കാണ്. ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണ്, ദൈവത്തിന് നമ്മളോട് താല്പര്യമുണ്ട്, ദൈവം നമ്മളിൽ ഇൻട്രസ്റ്റ് ആണ്. ദൈവം നമ്മുടെ വ്യത്യാസത്തിൽ, ദൈവം നമ്മുടെ കോഡിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. റിക്കുവാറൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ തന്റെ പർപ്പസ്ഫുൾ ലൈഫ് എന്ന പുസ്തകത്തിൽ തന്റെ കുഞ്ഞുങ്ങളുണ്ടായ ആദ്യകാലങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തന്റെ കുഞ്ഞുങ്ങളെ താൻ ഉറക്കി കിടത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതും ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും എടുക്കുന്നതൊക്കെ കണ്ട് അദ്ദേഹം ചിരിക്കുമായിരുന്നു എന്ന് താൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആ പിതാവ് ആ കുഞ്ഞിന്റെ ഉറക്കത്തിൽ പോലും സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും വളരെ യുണീക്കായി നമ്മുടെ അകത്ത് വലിയ വിളികളോട് നൽകി, വിളി ഉൾപ്പെടെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും കണ്ട് ദൈവം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണ്, വളരെ യുണീക്കായി നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് തിരുവചനം കൃത്യമായി നമ്മളോട് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസത്തെയും കാണുന്നത് കൊണ്ട്, ഓരോ ദിവസവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നത് വരെ ദൈവത്തിൻ്റെതായ കരുതൽ നമ്മളോട് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇവിടെ കൊണ്ട് ജീവിതം തീർന്നു, ഇനി മുമ്പോട്ട് എനിക്ക് പോകേണ്ടതായിട്ടില്ല, ഇനി എന്റെ ഭാവി കഴിയും എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്. ഏലിയാവ് ആകാശത്തെ അടച്ചു, മഴ പെയ്യാതെ വണ്ണം 3.5 ആണ്ട് മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടയ്ക്കുവാൻ ഏലിയാവിനെ ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. പിന്നെയും താൻ പ്രാർത്ഥിച്ചു, ആകാശത്തോട് കൽപ്പിച്ചു, മഴ പെയ്തു. അങ്ങനെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കണ്ടു. ആകാശത്ത് നിന്ന് തീ ഇറക്കി. അതുപോലെ തന്നെ ബാലിന്റെ പ്രവാചകന്മാരെ വാളുകൊണ്ട് കൊന്നു. അശേര പ്രതിഷ്ഠകളുടെ പ്രവാചകന്മാരെ താൻ വാളുകൊണ്ട് കൊന്നു. വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പാകെ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഭയപ്പെട്ട് താൻ ഓടിച്ചെന്ന് തന്റെ ബാല്യക്കാരനെ പോലും ദൂരത്തേക്ക് മാറ്റിയിട്ട് താൻ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ വളരെ നിരാശയോട്, ഭാരത്തോട്, വളരെ വിഷാദ രോഗിയായി താൻ മരണം ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പ്രത്യേക അവസരത്തിൽ ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാം. ദൈവം തനിക്ക് ഉറക്കം കൊടുക്കുന്നു. 2, ദൈവം തനിക്ക് അട കൊടുക്കുന്നു. 3, ദൈവം തനിക്ക് വെള്ളം കൊടുക്കുന്നു. അതെല്ലാം ഉപരിയായി ദൈവം തനിക്ക് ശക്തി നൽകിയിട്ട് താൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ ഓടുകയും അവിടെ വെച്ച് ദൈവം ഹൃദ്യമായി ഇടപെട്ട് തന്നോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏലിയാവിയുടെ മതി എന്ന് പറയുമ്പോൾ, നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഏലിയാവിനോട് ദൈവം പറയാണ്, മതി എന്നല്ല, നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതികൾ തീർന്നിട്ടില്ല. അതുകൊണ്ട് യേഹൂവിനെ രാജാവായി നീ അഭിഷേകം ചെയ്യണം, ഏലീശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം. തനിക്ക് ചില ഡ്യൂട്ടികൾ ദൈവം വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കണേ, ഏലിയാവിന്റെ ജീവിതം അവിടെ തീർന്നു എന്ന് ഏലിയാവ് കരുതുമ്പോൾ ദൈവം പറയുകയാണ്, തീർന്നിട്ടില്ല. നിന്റെ ജീവിതത്തെ ഓരോന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള മുമ്പോട്ടുള്ള കാലങ്ങളിൽ ചിലതുകൂടെ നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തീരും വരെ നീ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തനിക്ക് ശക്തിയും ധൈര്യവും ബലവും ദൈവകൃപയും ഒക്കെ നൽകി തന്നെ നടത്തുന്നതാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും നാം മുമ്പോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പദ്ധതിയിലും പ്ലാനിലും പെട്ടതാണ് നമ്മുടെ ഓരോ ദിവസവും എന്നുള്ളത്. അതുകൊണ്ട് ജീവിതം തീർന്നു എന്ന് നാം കരുതുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവം നമ്മുടെ ഭാവിയെ കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വലിയ പ്ലാനുകളുണ്ട്. തീരുന്നിടത്തോളം കാലം, തീരാത്തിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മുന്നേറുവാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് തിരുവചന അടിസ്ഥാനത്തിൽ ഗ്രഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. 2, നമ്മളിലുള്ള കോഡിനെ പിശാചി കാണുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരുടെ ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. നമുക്കറിയാം, ഈ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ ഇതിന്റെ ചരിത്രം നമുക്കറിയാം. ഹെരോദാവ് നാടുവാഴിയായി ഭരിക്കുന്ന സമയത്ത്, ഹെരോദ് ഗ്രേറ്റ് ഭരിക്കുന്ന സമയത്ത് ഇവിടെ യേശു ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ള അറിവ് വിദ്വാൻമാർക്ക് ലഭിച്ചപ്പോൾ
യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലുകയും ഹെരോദാവ് വിവരം അറിയുകയും, എന്നാൽ അവനെ കണ്ടെത്തി കഴിയുമ്പോൾ എന്നെയും അറിയിക്കണം, അത് മുഖാന്തരം ഞാനും അവന് സമ്മാനങ്ങൾ കൊടുക്കാം, കാഴ്ചകൾ വെക്കാമെന്നുള്ള ആഗ്രഹത്തോട് പറയുകയും, എന്നാൽ ദൈവത്തിന്റെ നിയോഗം തനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഇവിടെ യുദ്ധവാന്മാരോട് ഇടപെടുകയും അങ്ങനെ അവർ മറ്റൊരു വഴിയായി പോവുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ വിദ്വാൻമാർ തന്നെ പറ്റിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്നുണ്ടായിരുന്ന 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചു കളയുവാൻ വേണ്ടി ഹെരോദാവ് കൽപ്പന ഇടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഹെരോദാവിന് യേശുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരു അല്പകാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ വളർന്നു വരട്ടെ, അല്ലെങ്കിൽ ഒരു രാജാവാകുവാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ആയി തീരട്ടെ, അവന് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവൻ വരട്ടെ, ആ സമയം കാണാമെന്ന് വിചാരിക്കുകയല്ല, മറിച്ച് ജനത്തിങ്കിൽ തന്നെ യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളതാണ്. സാത്താൻ പലപ്പോഴും നാം എവിടെ വരെ എത്തുന്നു എന്ന് നോക്കിയിരുന്ന് ആ സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല, നാം എങ്ങും എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ആക്രമിക്കുവാൻ അവൻ പരിശ്രമിക്കും എന്നുള്ളതാണ്. നാം എങ്ങും എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ വിളി ഒരുപക്ഷെ വലുതായിരിക്കാം, നമ്മുടെ അഭിഷേകം വലുതായിരിക്കാം, നാം പല മേഖലകളിൽ ഇനി സഞ്ചരിക്കാനുണ്ടായിരിക്കാം. പക്ഷേ ആ യാത്രയുടെ ആരംഭം മാത്രമേ നാം കുറിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ സാത്താൻ നമുക്കെതിരെ വരും. കാരണം നാം എന്തായി തീരുമെന്നുള്ളത്, നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന സ്പിരിച്വൽ കോഡ് എന്താണെന്ന് സാത്താൻ തിരിച്ചറിയുന്നത് കൊണ്ട് നമ്മുടെ യാത്രയുടെ ആരംഭത്തിൽ തന്നെ നമ്മളെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു എന്നതാണ്. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഇവിടെ ഫറവോനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. മോശയുടെ ജനത്തിങ്കൽ കാര്യങ്ങളെ ചെറുതായി ഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫറവോൻ ഇവിടെ കൽപ്പന ഇടുകയാണ്, ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണമെന്ന് പറയുകയാണ്, പെൺകുട്ടികളെ ജീവനോട് രക്ഷിക്കണമെന്നും പറയുകയാണ്. കാരണം എന്താണ്? ഫറവോന് ഒരു കാര്യം മനസ്സിലായി, ഈ കുഞ്ഞ് എന്ന് പറയുന്നത് സാധാരണ കുഞ്ഞല്ല, അസാധാരണത്വം അവനിലുണ്ട്. അവൻ ഇസ്രായേലിന്റെ രക്ഷകനായി, ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന ഒരു വലിയ നേതാവായി എഴുന്നേറ്റ് വരാൻ പോകുന്നു എന്ന് ഗ്രഹിച്ചപ്പോൾ അവന്റെ ജനത്തിങ്കൽ തന്നെ അവനെ തകർത്ത് കളയുവാൻ വേണ്ടി ശത്രുവായൻ പദ്ധതിയിട്ട് പോരാടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മോശ ഒരു വലിയ നേതാവായി മാറിയില്ല, മോശയുടെ കയ്യിൽ അധികാരം കിട്ടിയില്ല, മോശയുടെ കയ്യിൽ പവർ കിട്ടിയില്ല, മോശ വളർന്ന ആരോഗ്യമുള്ള ഒരാളായി ഒരു യൗവനക്കാരനായി മാറിയില്ല. എന്നിട്ടും സാത്താൻ അവനെ ആക്രമിക്കുന്നതിന്റെ കാരണം അവൻ ഭാവിയിൽ എന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് അവനുള്ളത് കൊണ്ടാണ്. ചിലപ്പോഴൊക്കെ നാം ഭാവിയിൽ എന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയും അറിവും നമുക്കില്ലെങ്കിലും, നാം കാഴ്ചപ്പാട് നമുക്കില്ലെങ്കിലും, സാത്താൻ നാം എന്തായി തീരുമെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നാം എത്തപ്പെടേണ്ട സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് നമ്മെ ആക്രമിക്കുമ്പോൾ മനസ്സിലാക്കൂ, നമ്മുടെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം, ദൈവം നൽകിയിരിക്കുന്ന വിളി, ദൈവം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ആ സ്പിരിച്വൽ കോഡ് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠകരമായത് കൊണ്ടാണ് അവൻ നമ്മെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണമെന്നതാണ്. സാത്താൻ നമ്മെ അറ്റാക്ക് ചെയ്യുന്നത് നാം വലിയവരായത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ അകത്തൊരു കോഡ് ഉണ്ട് എന്നുള്ളതാണ്. കള്ളൻ കടന്നു വരുമ്പോൾ, ഒരു വീട് ആക്രമിക്കുമ്പോൾ, അകത്ത് പ്രവേശിക്കുമ്പോൾ ആ വീടിന്റെ പുറമേയുള്ള സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടും അതിന്റെ മനോഹരിത്വം കണ്ടുകൊണ്ടും ഒന്നുമല്ല ഒരു കള്ളൻ ആ വീട്ടിൽ പ്രവേശിക്കുന്നത്. അതിനകത്തുള്ള ആ മൂല്യമേറിയ സ്വർണവും അതേപോലെ തന്നെ മൂല്യമേറിയ സാധനങ്ങളും കണ്ടുകൊണ്ടാണ് കള്ളൻ അകത്തുകൾക്ക് പ്രവേശിക്കുന്നത്. ഇതുപോലെയാണ് സാത്താൻ നമ്മുടെ രൂപത്തെയും നമ്മുടെ പുറമെയുള്ള ആരോഗ്യത്തെയും നമ്മുടെ കുടുംബപ്പേരും നമ്മുടെ നീളവും നമ്മുടെ കളറും ഒക്കെ കണ്ടുകൊണ്ടല്ല സാത്താൻ നമ്മെ ആക്രമിക്കുന്നത്, മറിച്ച് നമ്മുടെ അകത്ത് വിളി കാണുമ്പോൾ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ മനസ്സിലാക്കുമ്പോൾ, നാം ദൈവത്തിൽ ആരായി തീരുമെന്ന് അവൻ തിരിച്ചറിയുമ്പോൾ, നാം ദൈവത്തോട് കൂടെ നാം നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും സാത്താന്യ ശക്തികൾക്ക് ഒരു വലിയ തൊട്ടായി അറ്റാക്കായി നാം മാറുമെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ അവൻ അത് തിരിച്ചറിഞ്ഞ് നമുക്കെതിരെ ശക്തമായി പോരാടുമെന്നുള്ളതാണ്. നാം ആക്രമിക്കപ്പെടുന്നതിന്റെ കാരണം പുറമേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ദൈവം നമുക്ക് അകത്തൊരു വലിയ വിളിയും അകത്തൊരു കോഡും വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. സാത്താൻ പലപ്പോഴും ഈ കോഡുകൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, നമ്മളെ കുറിച്ചുള്ള ആലോചനകൾ പറയുമ്പോഴും ഒക്കെ അവനത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നാം പലപ്പോഴും ഗ്രഹിക്കുന്നതിനേക്കാൾ നാം വ്യക്തമായി നാം അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത ലഭിക്കുന്നതിന് മുമ്പ് സാത്താൻ ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമ്പർ 3, യു ക്യാൻ ഡീകോഡ് ദിസ് കോഡ് വിത്ത് ഗോഡ്സ് ഹെൽപ്പ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ പദ്ധതികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ദൈവത്തിന്റെ സഹായത്തോട് മനസ്സിലാക്കാം, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാനുകൾ മനസ്സിലാക്കാം എന്നുള്ളതാണ്. 139-ാം സങ്കീർത്തനം അതിന്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ
അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനത്തിന്റെ ആരംഭം, നാം ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ കാണുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി അൾട്രാസൗണ്ട് സ്കാനിങ് നടത്താറുണ്ട്. ഡോക്ടർമാരോ അല്ലെങ്കിൽ അമ്മയൊക്കെ അത് ഏതാണ്ട് 6 ആഴ്ച പ്രായത്തിലോ 8 ആഴ്ച പ്രായത്തിനുള്ളിൽ അതിനെ കാണും. അതിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ അതിന്റെ ശരീരഭാഗങ്ങൾ രൂപപ്പെടുന്ന ഒരു സമയമാണ് ആദ്യമായി ആ കുഞ്ഞിനെ ഡോക്ടർ കാണുന്നത് അല്ലെങ്കിൽ അമ്മ കാണുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ കാണുന്നത് എന്നുള്ളതാണ്. എന്നാൽ തിരുവചനം പറയുകയാണ്, ഡോക്ടർമാർ കാണുന്നതിന് മുമ്പ്, അമ്മ കാണുന്നതിന് മുമ്പ്, അൾട്രാസൗണ്ട് സ്കാനിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ഹൃദയമെടുപ്പിനെ കാണുന്നു, ദൈവം നമ്മുടെ അവസ്ഥകളെ കാണുന്നു, നാം എവിടെ ജനിക്കണമെന്ന് കാണുന്നു, നമ്മുടെ മാതാപിതാക്കൾ ആരാണ് എന്ന് ദൈവം അറിയുന്നു. എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞ് വളരെ അതിശയകരമായി ദൈവം നമ്മളെ മെനഞ്ഞിരിക്കുന്നുവെന്ന് തിരുവചനം പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാനുകൾ, പദ്ധതികൾ എന്താണെന്ന് നാം അറിയണമെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഓരോ കാര്യങ്ങൾക്കും നാം വാങ്ങിക്കുമ്പോൾ അതെങ്ങനെയാണ്, ഓരോ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിരിക്കുന്ന മാനുവൽ ഉണ്ട്. ഒരു TV വാങ്ങിച്ചാൽ, ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ, ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചാൽ, ഇലക്ട്രോണിക് ഐറ്റംസ് എന്ത് വാങ്ങിച്ചാലും അതിനകത്ത് കമ്പനി ഇറക്കിയിരിക്കുന്ന ഒരു ഓണേഴ്സ് മാനുവൽ ഉണ്ട്. ആ മാനുവൽ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതം എന്താണ് എന്ന് നാം അറിയണമെങ്കിൽ അതിന്റെ ദൈവം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ള ദൈവ പദ്ധതികൾ വെളിപ്പെടുത്തുന്ന പുസ്തകമായിരിക്കും തിരുവചനം വായിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. റിക്വാരൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ തന്റെ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരിക്കുന്ന മൂർഹെഡ് എന്ന് പറയുന്ന വ്യക്തി ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ജ്ഞാനികളുമായിട്ടുള്ള 100 പേരെ തിരഞ്ഞെടുത്ത് അവരോട് ഇങ്ങനെ എഴുതി, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, വാട്ട് ഈസ് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് അദ്ദേഹം എഴുതി. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ് എന്ന് എഴുതി. പലരും പല കാര്യങ്ങളും പറഞ്ഞു. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ അറിയില്ലായിരുന്നു. എന്നാൽ അവർ തന്നെ ചില ടാർഗറ്റുകളും ചില പ്ലാനുകളും ഒക്കെ തയ്യാറാക്കി അവർ മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ അറിയിക്കണമെന്ന് അവർ പറഞ്ഞു. നോക്കണേ, ലോകത്തിലെ ഏറ്റവും പണ്ഡിതന്മാരും പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള 100 വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരോട് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം അവർക്കറിയില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം അറിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. നാം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് നാം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ അറിയാമെന്നുള്ളതാണ്. ദൈവത്തിന്റെ പദ്ധതികളുള്ള പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. ഈ പദ്ധതികൾ അവിടെ വെളിപ്പെടുത്തുകയാണ് എന്നെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ കോഡ് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ തിരുവചനത്തിലേക്ക് നിങ്ങൾ വരണം. തിരുവചനം നിരന്തരം നിങ്ങൾ വായിക്കണം. ഇത് നിങ്ങളോട് സംസാരിക്കണം. ഇത് നിങ്ങൾ ധ്യാനിക്കണം. ഇതിലെ ശബ്ദങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇത് വായിച്ച് ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവീയ പദ്ധതികളെ വളരെ കൃത്യമായി തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. 2, നമ്മുടെ ജീവിതത്തിൽ ഈ കോഡ് നാം തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, തിരുവചനത്തിലെ അനവധി ദൈവദാസന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അവരെല്ലാം സാധാരണക്കാരായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവർ നിരന്തരം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ദാവീദിനെ നിങ്ങൾ നോക്കിയാൽ മതി. ദാവീദ് സങ്കടം ബോധിപ്പിച്ച് കരയുന്ന പല സന്ദർഭങ്ങളെ കുറിച്ച് താൻ തന്നെ വിവരിക്കുന്നുണ്ട്. അതുപോലെ ദാനിയേലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താൻ വയോവൃദ്ധനായി കഴിഞ്ഞപ്പോഴും ആ സമയത്ത് തന്റെ ടീനേജിൽ താൻ പ്രാർത്ഥിച്ചിരുന്നത് പോലെ, താൻ എന്നും ചെയ്തിരുന്ന പോലെ താൻ യെരൂശലേമിലേക്കുള്ള കിളിവാതിൽ തുറന്ന് താൻ ആ ദൈവത്തിനോട്, ഇസ്രായേലിന്റെ ദൈവത്തോട്, യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ നമുക്ക് സക്സസ് ആകണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി നമുക്ക് വേണ്ടുന്നത് പ്രാർത്ഥനയാണ്. ദൈവവചന വായനയും ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് നാം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പദ്ധതികൾ, ദൈവീയ പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയാനും അതിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനും കഴിയുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല, ചുറ്റുപാടുകൾ ചിന്തിക്കുന്നത് പോലെയല്ല, നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ കാണുന്നത് പോലെയല്ല, നിങ്ങളുടെ പേരൻസ് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെയല്ല, നിങ്ങളുടെ സ്നേഹിതരോ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളവരോ നിങ്ങളെ കുറിച്ച് പറയുന്നത് പോലെയല്ല. ദൈവം വളരെ യുണീക്കായി നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്ലാനുകൾ വളരെ വലുതാണ്.
ആ പ്ലാനുകൾ നാം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ വരിക, അവന്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുക. സാത്താൻ ആ പ്ലാനുകളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവൻ രോഗമിടുന്നത്, അതുകൊണ്ടാണ് നമ്മളെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ വളരെ അതിശയമായി സൃഷ്ടിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഉള്ളതുകൊണ്ട് അവന്റെ സന്നിധാനത്തിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ വരുമെങ്കിൽ അവന്റെ ആ സാന്നിധ്യം മാത്രമല്ല നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ അവൻ വെളിപ്പെടുത്തുകയും ആ പദ്ധതികൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പ്ലാനുകളെ നമുക്ക് തിരിച്ചറിയുവാൻ ദൈവം കൃപ നൽകട്ടെ, അതനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമുക്ക് ബലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.